നമസ്കാരം. കാഷ്യസ് മാർസലസ് ക്ലേ ജൂനിയർ മുഹമ്മദ് അലി എന്ന പേരിൽ ലോകം കണ്ട ഏറ്റവും മികച്ച പ്രൊഫഷണൽ ബോക്സറുടെ ശരിയായ പേര് അതായിരുന്നു. 1942 ജനുവരി 17 US കെൻറ്റക്കി സ്റ്റേറ്റിൽ ലൂയിവിൽ സിറ്റിയിൽ ജനനം. പിതാവ് കാഷ്യസ് മാർസലസ് ക്ലേ സീനിയർ, മാതാവ് ഒഡീസ ഗ്രാൻഡി ക്ലേ. ആഫ്രിക്കയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടിമ ജോലികൾക്കായി US-ലെത്തപ്പെട്ട ഒരു കുടുംബത്തിന്റെ പിൻഗാമികളായിരുന്നു പിതാവും മാതാവും. ചെറുപ്പകാലം തൊട്ട് തന്നെ അലിക്ക് വർണ്ണവിവേചനത്തിന്റെ തിക്തഫലങ്ങൾ ധാരാളം നേരിടേണ്ടിയും വന്നു. ലൂയിവിൽ സെൻട്രൽ ഹൈസ്കൂളിൽ സ്കൂൾ പഠനകാലത്ത് അത്തരം ധാരാളം അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലപ്പോഴും കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും പല കടകളിലും അത്തരം സ്ഥാപനങ്ങളിലും ഒന്നും അവർക്ക് കിട്ടില്ലായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ മനസ്സിനെ വളരെയധികം ഉലച്ച ഒരു സംഭവമായിരുന്നു 1955, അതായത് അദ്ദേഹത്തിന്റെ 13ാമത്തെ വയസ്സിൽ US മിസിസിപ്പി സ്റ്റേറ്റിൽ സംഭവിച്ച എമറ്റ് ടിൽ എന്ന ഒരു ബാലന്റെ കൊലപാതകം. കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള ആ ബാലനെ ഒരു കുറ്റം ആരോപിച്ച് ജനം പബ്ലിക്കായി വധിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തില് കറുത്തവർഗക്കാർക്കെതിരെ അമേരിക്കയിലെ ഒരു രീതി അതായിരുന്നു. അവർക്ക് കോടതിയിൽ കുറ്റവിചാരണയൊന്നും ഉണ്ടാവില്ല. കുറ്റം ആരോപിക്കപ്പെട്ടാൽ ജനം ആക്രമിച്ചു കൊല്ലും. ലിഞ്ചിങ് എന്നായിരുന്നു ആ ഒരു ദുരാചാരത്തിന് അമേരിക്കൻ ജനത നൽകിയിരുന്ന നാമം. ഇതിനിടയിൽ 1954 തന്റെ 12ാമത്തെ വയസ്സിൽ അലി തന്റെ സൈക്കിളിൽ അടുത്തുള്ള ഒരു എക്സിബിഷൻ കാണാൻ പോകുന്നു. എക്സിബിഷൻ എല്ലാം കണ്ട് തിരിച്ച് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് സൈക്കിൾ മോഷണം പോയിരിക്കുന്നു. അലി തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടു. അപ്പോഴുണ്ടായിരുന്ന പോലീസ് ഓഫീസർ ജോ ഇ മാർട്ടിൻ എന്ന വ്യക്തി അലിയെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു. കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ആ ബാലന്റെ ശരീര വലിപ്പവും ഉയരവും എല്ലാം അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. അദ്ദേഹം അലിയോട് പറഞ്ഞ ഇങ്ങനെയായിരുന്നു: സൈക്കിൾ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നിന്നെ ഒരു ബോക്സിംഗ് ചാമ്പ്യനാക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് കോച്ചും കൂടിയായിരുന്നു. പക്ഷെ അലി അദ്ദേഹത്തിന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ടെലിവിഷനിൽ കണ്ട ഒരു ബോക്സിംഗ് മത്സരം പക്ഷെ അലിയുടെ മനസ്സ് മാറ്റി. അലി തിരിച്ച് ആ പോലീസ് ഓഫീസറുടെ അടുത്തെത്തി. അങ്ങനെ ബോക്സിംഗ് പരിശീലനം ആരംഭിക്കുന്നു. കേവലം 6 മാസം കൊണ്ട്, അതായത് 1954 അവസാന കാലഘട്ടത്തിൽ, അതായത് വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് അലി കെൻറ്റക്കി ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് നേടുന്നു. ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് അവിടെ US-ലെ ഓരോ സ്റ്റേറ്റിലും ബോക്സിങ്ങിന്റെ ഒരു ചാമ്പ്യൻഷിപ്പാണ്. കെൻറ്റക്കി സ്റ്റേറ്റിന്റെ ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം 12ാമത്തെ വയസ്സിൽ കരസ്ഥമാക്കി. അതിനുശേഷം അത് പലതവണ ആ വിജയം ആവർത്തിക്കപ്പെട്ടു. പിന്നീട് കുറെ കൂടി വിപുലമായി നടത്തപ്പെടുന്ന ഷിക്കാഗോ ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിലും അലി വിജയം നേടി. ഇതിനിടയിൽ ഫ്രെഡ് സ്റ്റോവർ എന്ന ഒരു കോച്ചിന്റെയും ചക്ക് ബോഡേൽ എന്ന ഒരു കോച്ചിന്റെയും കീഴിൽ അദ്ദേഹം ബോക്സിംഗ് പരിശീലനം നേടിയിരുന്നു. അതില് ഫ്രെഡിന്റെ ഫോട്ടോകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ചക്ക് ബോഡേലിന്റെ നേരിട്ടുള്ള ഫോട്ടോ ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ഫിയറ്റ് കാറിന്റെ ഫോട്ടോ ലഭ്യമാണ്. അത് ഇന്ന് US-ലെ മാർക്കോണി ഓട്ടോമൊബൈൽ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു. തന്റെ 18ാമത്തെ വയസ്സിൽ 1960 റോമിൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിക്കൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ബോക്സിംഗ് ഒളിമ്പിക് ചാമ്പ്യൻ എന്ന ബഹുമതി അലി നേടി. ഇത്രയും വർഷങ്ങൾക്കിടയിൽ 66 വർഷമായിട്ടും ആ ഒരു റെക്കോർഡ് ആരും തകർത്തിട്ടില്ല. അതേ വർഷം തന്നെ 18ാമത്തെ വയസ്സിൽ പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് മാറിയ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആകെ 61 മത്സരങ്ങൾ, അതിൽ 56 വിജയങ്ങൾ, അതിൽ 37 നോക്കൌട്ട്. 5 പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ അദ്ദേഹം പക്ഷെ അതിനുശേഷം പലപ്പോഴും പല മത്സരങ്ങളിലും അദ്ദേഹത്തെ തോൽപ്പിച്ചവരെ
തിരിച്ചു തോൽപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തെ നിശേഷം തോൽപ്പിച്ച ഒരു ബോക്സറും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, അവസാന മത്സരം പോലും ചിരകാല വൈരിയായ ജോ ഫ്രൈസറെ നോക്കൌട്ടിൽ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു. അജയ്യനായ ഒരു ബോക്സർ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് നിസ്സംശയം പറയാവുന്നതാണ്. അദ്ദേഹത്തെ പൂർണ്ണമായി തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ തോൽപ്പിച്ചവരെല്ലാം അദ്ദേഹം പിന്നീട് പലവട്ടം തിരിച്ചു തോൽപ്പിച്ചു. ബോക്സിംഗ് മത്സരങ്ങളോട് വിട പറഞ്ഞ ശേഷം അലി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ വർണ്ണവിവേചനത്തിനെതിരെയുമായി ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ലോകം മുഴുവൻ അദ്ദേഹം ആ പേരിലും അറിയപ്പെടുന്നു. അവസാന നാളുകളിൽ പാർക്കിൻസൺസ് രോഗത്തിനടിമയായി അദ്ദേഹം 2016 ജൂൺ 3 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിശദമായ ജീവിതകഥ വരുന്ന വീഡിയോകളിൽ വിവരിക്കപ്പെടുന്നതാണ്. താങ്ക് യു.